അഡ്വക്കേറ്റ് സാജു ജേക്കബ്, എന്താണ് ഈ സഭകൾക്കുള്ള ഈ വലിയ ആശങ്ക? സുതാര്യമായിട്ട് വിദേശ സംഭാവനകൾ വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിയന്ത്രണം വേണ്ടിവരും. പക്ഷേ സഭകൾ ഇങ്ങനെ ഒരു ആശങ്ക ഉന്നയിക്കുമ്പോൾ ഇതെന്തോ സഭകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ അവരുടെ കഴുത്തിന് പിടിക്കുന്ന ഒന്നായി പോയി എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതേ പ്രയോഗം തന്നെ ചില സഭാധ്യക്ഷന്മാരും പറയുന്നുമുണ്ട്. അതെ, അങ്ങ് അതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആശങ്കപ്പെടാനൊന്നും ഇല്ല എന്ന് തോന്നിയേക്കാം. എന്നാൽ നിയമപരമായി ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഏത് FCRA ഓർഗനൈസേഷനാണോ ഈ പണം സ്വീകരിക്കുന്നത് അവരുടെ സ്വതന്ത്ര അവകാശം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്വയംഭരണ അവകാശം എന്ന് പറയുന്നത് തന്നെ ഒരു സംഘടനയായാലും ഒരു ട്രസ്റ്റ് ആയാലും ഒരു സൊസൈറ്റി ആയാലും ഒരു മതപരമായ സംഘടനയായാലും എല്ലാവർക്കും അവരുടേതായ കോൺസ്റ്റിറ്റ്യൂഷനോ എല്ലാവർക്കും അവരുടേതായ ഡീഡോ എല്ലാം ഉണ്ട്. ആ ഡീഡും ആ കോൺസ്റ്റിറ്റ്യൂഷനും ആ സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചാണ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് അതിനുള്ള സ്വയംഭരണ അവകാശമുണ്ട്. എന്നാൽ ഇനി മുതൽ അത്തരത്തിലുള്ള സ്വയംഭരണ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. കാരണം വളരെ കൃത്യമായിട്ട് ഈ സ്വയംഭരണ അവകാശത്തിന് കത്തിവെച്ചുകൊണ്ടാണ് ഈ പുതിയ നിയമം വന്നിട്ടുള്ളത് എന്നാണ് നിയമപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട, ഇത് സഭകളുടെ മാത്രമല്ല, ക്രിസ്ത്യൻ മിഷണറി സഭകളുടെ മാത്രമല്ല, എല്ലാ NGOസിനും FCRA വഴി കിട്ടുന്ന എല്ലാ സംഭാവന കിട്ടുന്ന എല്ലാ സംഘടനകൾക്കും ഓർഗനൈസേഷനും ഈ നിയമം ബാധകമാണ്. അവർക്ക് ആർക്കും തന്നെ ഇനി മുതൽ സ്വയംഭരണാവകാശം ഇതുവരെ ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരിക്കുന്നില്ല. അല്ലെ, ഈ സ്വയംഭരണ അവകാശം എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് സാജു ജേക്കബ്, ഈ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുമ്പോൾ അതിനൊരു നിയന്ത്രണം വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതിനുവേണ്ടിയാണ് ഈ നിയമം രൂപീകരിച്ചത് തന്നെ. ഇത് തോന്നിയ പോലെ ഇത് വിനിയോഗിക്കുവാൻ പറ്റില്ല. അതുപോലെ തന്നെ ദേശസുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇതിൽ ഞാൻ ചില ചട്ടങ്ങൾ വായിക്കാം. അതിൽ പ്രവർത്തന ലക്ഷ്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കണം എന്നുള്ള ചട്ടം, അതിലാർക്കും എതിർപ്പില്ലല്ലോ. എന്തിനു വേണ്ടിയാണ് വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം. അത് അങ്ങനെ തന്നെ വേണ്ടി വരും. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളും പ്രസിദ്ധീകരണങ്ങളും എന്ന ഒരു ക്ലോസ് എടുത്തിട്ടുണ്ട്. അത് FCRA ലൈസൻസിനായി അപേക്ഷിക്കുമ്പോൾ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ മാധ്യമം, അതായത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വെളിപ്പെടുത്തണം. കൂടാതെ ഭാരവാഹികളോ സ്ഥാപനമോ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പുസ്തകങ്ങളോ ലേഖനങ്ങളോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളും നൽകണം. പിന്നെ പ്രവർത്തന പരിചയം, FCRA രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിൽ ചുരുങ്ങിയത് 10 ലക്ഷം രൂപയുടെ വിദേശ സഹായം കിട്ടിയിരിക്കണം. പിന്നെയുള്ളതാണല്ലോ ഈ മതപരിവർത്തനത്തിന് വിലക്ക് എന്നുള്ളത്. മതപരമായ കാര്യങ്ങൾക്ക് അതൊരു ഭാഗമാണല്ലോ. മതപരമായ കാര്യങ്ങൾക്ക് വിദേശത്ത് നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിക്കാം. പക്ഷേ അത് മതപരിവർത്തന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ കർശനമായ വിലക്ക് വന്നിട്ടുണ്ട്. ഫണ്ട് ഉപയോഗത്തിലെ കർശന നിരീക്ഷണം, ഒറ്റത്തവണ ഫണ്ട് സ്വീകരിക്കാനുള്ള മുൻകൂർ അനുമതിയുടെ ഭാഗമായി കിട്ടിയ തുകയുടെ 75% ചെലവഴിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അടുത്ത ഗഡു കിട്ടുകയുള്ളൂ. പിന്നെ അങ്ങനെ പോയിട്ട് ഇത് ലംഘിച്ചു കഴിഞ്ഞാലുള്ള പിഴ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എവിടെയാണ് ഈ സ്വയംഭരണാവകാശത്തിന്മേൽ കത്തിവെച്ചു എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഈ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ അത് വെളിപ്പെടുത്തണം എന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം, അതൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് മാത്രമല്ല, ഇതിനകത്ത് ഓരോ സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഈ NGOകളുടെ ഈ സംഭാവന സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോ അവര് വേറൊരു സംസ്ഥാനത്തിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോഴോ അതെല്ലാം ഓരോ നിമിഷവും ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിനെ അറിയിച്ചിരിക്കണം. അങ്ങ് ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ തന്നെ ശക്തമായ ഒരു ഭരണ സംവിധാനവും ഒരു നിയന്ത്രണ സംവിധാനവും ഉണ്ട്. അത് മാത്രമല്ല, അത് ചർച്ച ആയിക്കോട്ടെ, അത് ക്രിസ്ത്യൻ മിഷണറിമാരായിക്കോട്ടെ, അത് സ്വതന്ത്ര സംഘടനകളായിക്കോട്ടെ, ആരായാലും ഭാരതത്തിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അത് ഒരു സംശയവുമില്ല. അത് മാത്രമല്ല, ലക്ഷ്യം ബോധ്യപ്പെടുത്തേണ്ടതും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനൊന്നും ആരും എതിരല്ല. ഇതെല്ലാം 2010 2011 ചട്ടങ്ങളിലെല്ലാം ഉള്ള കാര്യമാണ്. ഇപ്പോ 2026 ജൂൺ 22 ഇത്തരത്തിലുള്ള ഒരു പദ്ധതി തന്നെ കൊണ്ടുവരേണ്ട കാര്യം തന്നെ ഇല്ല. നിലവിൽ ഒരു സംവിധാനം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇത് ഇന്ത്യയിലേക്ക് ആര് വിദേശത്ത് നിന്ന് ഫണ്ട് വരികയാണെങ്കിലും അത് ഡൽഹിയിലുള്ള പാർലമെന്റ് സ്ട്രീറ്റിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഈ പണം ആദ്യം വരേണ്ടത്. അവിടെ നിന്നാണ് ഈ പണം മറ്റുള്ളവടത്തേക്ക് പോകുന്നത്. ഈ ഡൽഹിയിലുള്ള ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ
സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് കീഴിലുള്ള ഒരു ബാങ്കാണ്. RBIക്ക് വളരെയധികം സ്വാധീനവും വളരെയധികം നിയമപരമായ ബന്ധമുള്ള ഒരു ബാങ്കാണ്. അവർക്കെല്ലാം കൃത്യമായിട്ട് ഓരോ ട്രാൻസാക്ഷനും ട്രെയിൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ഇവിടെ ഈ ക്രിസ്ത്യൻ മിഷണന്മാരും അതുപോലെ മറ്റ് മതന്യൂനപക്ഷങ്ങളും നടപ്പാക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സാമൂഹ്യ പ്രവർത്തനം, വിദ്യാഭ്യാസ പ്രവർത്തനം, ആതുരാലയങ്ങൾ നടത്തുന്നത്, ഇതെല്ലാം വിദേശത്തു നിന്നുള്ള സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ ഭൂരിഭാഗം ഫണ്ട് വരുന്നതും വിദേശ ഇന്ത്യക്കാരിൽ നിന്ന് തന്നെയാണ്. അത് ഈ മൈനോറിറ്റി വിഭാഗങ്ങളുടെ മാത്രമല്ല. ഇതിനകത്ത് 16,000 സംഘടനകളാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ വർഷം 14,000 കുറഞ്ഞിട്ടുന്നതാണ് എൻ്റെ കണക്ക്, എൻ്റെ അറിവ്. കൃത്യമായിട്ടുള്ള അറിവില്ല. പക്ഷേ അതിൽ തന്നെ എത്ര ന്യൂനപക്ഷ വിഭാഗങ്ങളുടേതുണ്ടെന്ന് പോലും നമുക്കറിയില്ല. എൻ്റെ അറിവിൽ വളരെ ഒരു 5,000-ലോ അല്ലെങ്കിൽ 5,000-ഓ 6,000-ഓ ആയി ബന്ധപ്പെട്ട ഇത്രയും സ്ഥാപനങ്ങൾ മാത്രമായിരിക്കും ന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനം. ബാക്കിയെല്ലാം തന്നെ ഇത് ഒരു സെക്യുലർ അടിസ്ഥാനത്തിലുള്ള നോൺ റിലീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അപ്പൊ മതവിഭാഗങ്ങൾ, പക്ഷെ അതിനകത്ത് അപ്പോൾ ഈ ആശങ്ക ആദ്യം രേഖപ്പെടുത്തുന്നത് ക്രൈസ്തവ സഭകളാണ്. അതാണ് അതിനകത്ത് വൈരുദ്ധ്യം വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ മതപരിവർത്തനം ഞങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം ഇല്ലാതാക്കും എന്നുള്ള ആശങ്കയാണല്ലോ. അത് തുറന്നു പറയാമല്ലോ താങ്കൾക്ക്. അതാണല്ലോ ആശങ്ക, അല്ലേ? അല്ല, അതിനകത്ത് ഈ പ്രോസ്ലൈറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ചേർന്നുണ്ട്. അത് ഈ മത പരിവർത്തനവുമായി ബന്ധപ്പെട്ട ആ വാക്ക് തന്നെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുള്ളതും വേറെ നിയമങ്ങളിലോ ഭരണഘടനയിലോ കാണാത്തൊരു പദമാണത്. അത് ഇപ്പോ അങ്ങനെ ഒരു പദം വന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് ഇതുവരെയും ഒരു കൃത്യമായ ഡെഫിനേഷൻ ഇല്ല. ഒരു നിർവചനം തന്നെ അതിന് സാധ്യമല്ല. അതിനേക്കാൾ ഉപരി നമ്മളിപ്പോ അങ്ങ് നേരത്തെ പറഞ്ഞു 10 ലക്ഷം രൂപ 2 വർഷത്തിനോളം ഇല്ലാത്ത പ്രവർത്തന മേഖലയിൽ 10 ലക്ഷം രൂപ ചെലവാക്കിയില്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അനുവാദം നഷ്ടപ്പെടും. ഞാൻ അങ്ങയോടൊന്ന് ചോദിക്കട്ടെ, ഈ 10 ലക്ഷം രൂപ കിട്ടാത്ത എത്ര സംഘടനകളുണ്ടെന്ന് അങ്ങേക്ക് അറിയാമോ? ഈ ഒരുപാട് ഗ്രാമങ്ങളിൽ, ഇപ്പൊ കേരളത്തിലെ കാര്യങ്ങൾ വിട്, ഇന്ത്യയിലെ മൊത്തം ഒറീസ, ബീഹാർ, അതുപോലെ ഉത്തരേന്ത്യ, ഇവിടങ്ങളെല്ലാം ഗ്രാമങ്ങളിലേക്ക് ഈ ചെറിയ ചെറിയ സാമ്പത്തിക സഹായം ഒഴുക്കുന്ന ഒട്ടനവധി FCRA സംഘടനകളുണ്ട്. ഇതെല്ലാം പാവപ്പെട്ടവരെയാണ് ബാധിക്കുന്നത്. ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരുപാട് സാമ്പത്തിക സഹായങ്ങളുണ്ട്. അതിനെല്ലാം ഇതിനെ ബാധിക്കും. 10 ലക്ഷം കിട്ടാത്ത 4 ലക്ഷം കിട്ടുന്നു, 5 ലക്ഷം കിട്ടുന്നു ഒട്ടനവധി സംഘടനകളുണ്ട്. അവർക്കൊക്കെ ഈ FCRA രജിസ്ട്രേഷൻ അതോടൊപ്പം തന്നെ നഷ്ടപ്പെടുന്നില്ലേ? അത് നഷ്ടപ്പെടില്ലേ? അതൊരു വലിയ ചോദ്യമല്ലേ? അപ്പോ മതന്യൂനപക്ഷങ്ങളുടെ കാര്യം അങ്ങ് പറഞ്ഞത് ശരി, അത് നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിനു മുമ്പ് മറ്റുള്ള കാര്യങ്ങൾ, ഈ 10 ലക്ഷത്തിൽ കുറവുള്ള ആളുകളൊക്കെ ഈ സംസ്ഥാനത്ത് നിന്ന് ഓരോ സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഓരോന്നിനും അനുവാദവും അതിനുള്ള ഫോർമാലിറ്റീസും ലീഗൽ പെർമിഷനും ബ്യൂറോക്രസിയുടെ കടന്നുകയറ്റം അതിദൂരകമായിട്ടുള്ള ഒരു വലിയ കുഴപ്പം ഇവിടെ ഉണ്ടാക്കും. ശരി, ഞാൻ ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് സാജു ജേക്കബ്, ആശങ്ക മനസ്സിലായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.